ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് റിഫ്ലക്ഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് റിഫ്ലക്ഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC, SSC, UPSC, RRB തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള PYQs ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. PYQs നോക്കുന്നതിന് മുമ്പ് ആസ് യൂഷ്വൽ നമുക്ക് റിഫ്ലക്ഷനെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പം നോക്കിക്കേ, വാട്ട് ഈസ് റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, when light strikes a surface and bounces back into the same medium, the phenomenon is called reflection. എന്താണ്? ലൈറ്റ് ഒരു സർഫസിൽ തട്ടി തിരിച്ചു വരുന്നു അല്ലേ? അത് ഇങ്ങനെയുള്ള മീഡിയത്തിലായിരിക്കും, സെയിം മീഡിയം. ഏത് മീഡിയത്തിലാണോ അതേ മീഡിയത്തിൽ തന്നെയായിരിക്കും ബൗൺസ് ചെയ്ത് തിരിച്ചു വരിക. അങ്ങനെയുള്ള ആ ഒരു ഫിനോമിനന് നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ഏതാണ്? സീയിങ് യുവർ ഫേസ് ഇൻ എ മിറർ അല്ലേ? നമ്മുടെ മുഖം ഒരു കണ്ണാടിയിൽ കാണുന്നത് എന്തിൻ്റെ ഫലമായിട്ടാണ്? റിഫ്ലക്ഷൻ്റെ ഫലമായിട്ടാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. നോക്കിക്കേ, ദർ ആർ 2 ഫണ്ടമെൻ്റൽ ലോസ്. 2 ഫണ്ടമെൻ്റൽ ലോസ് ആണ് റിഫ്ലക്ഷൻ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു R. ആദ്യത്തേതെന്ന് പറയുന്നത് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് പ്രകാശം പതിക്കുന്ന ആ ഒരു ആംഗിളും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും, പ്രതിപതിക്കുന്ന ആ ഒരു ആംഗിളും തമ്മിൽ എന്താണ് ബന്ധം? രണ്ടും തുല്യമായിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ I കൊണ്ടും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനെ R കൊണ്ടും റെപ്രസെൻ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ അല്ല, സ്മോൾ ലെറ്റർ ആണ്. ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു R. അതാണ് ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് നോക്കിക്കേ, ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. എന്താണ് രണ്ടാമത്തെ നിയമം പറയുന്നത്? ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരേ പ്ലെയിനിൽ തന്നെയായിരിക്കും കാണുന്നത്. ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇത് PSA റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ എത്ര ടൈപ്പ് ഉണ്ട്? അതായത് 2 ടൈപ്പ് റിഫ്ലക്ഷനാണ് മെയിനായിട്ടും ഉള്ളത്. റെഗുലർ ഓർ സ്പെക്യുലർ റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഡിഫ്യൂസ് അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയാം. നോക്കിക്കേ, എന്താണ് റെഗുലർ അഥവാ സ്പെക്യുലർ റിഫ്ലക്ഷൻ എന്ന് നോക്കാം. അതെവിടെയാണ് നടക്കുന്നത്? റെഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ നടക്കുന്നത് സ്മൂത്ത് സർഫസസിലാണ്, അതായത് നല്ല മിനുസമുള്ള അല്ലെങ്കിൽ നല്ല നിരപ്പായ സ്മൂത്തായിട്ടുള്ള പ്രതലങ്ങളിലാണ് എന്ത് നടക്കുന്നത്? റെഗുലർ റിഫ്ലക്ഷൻ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ മിറർ, കാം വാട്ടർ, അതിലൊക്കെ എന്താണ്? റെഗുലർ റിഫ്ലക്ഷനാണ് നടക്കുന്നത്. കണ്ണാടിയിലും പിന്നെ എന്താണ് ശാന്തമായി കിടക്കുന്ന ജലത്തിലുമൊക്കെ നടക്കുന്നത് എന്ത് റിഫ്ലക്ഷനാണ്? റെഗുലർ റിഫ്ലക്ഷനാണ്. അവിടുത്തെ റിഫ്ലക്റ്റഡ് റേസിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും? റേസ് റിമെയിൻ പാരലൽ, ദാറ്റ് ഈസ് വി ഗെറ്റ് എ ക്ലിയർ ഇമേജ്. എന്താണ്? ആ രശ്മികളെല്ലാം തന്നെ എങ്ങനെയായിരിക്കും? പാരലലായിട്ടായിരിക്കും കാണുക. മാത്രമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇമേജ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും. ഇനി അടുത്ത ടൈപ്പ് ഓഫ് റിഫ്ലക്ഷനാണ് ഡിഫ്യൂസ് അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയാം. അതെങ്ങനെയുള്ള സർഫസിലാണ് നടക്കുന്നത്? റഫായിട്ടുള്ള പറുപറുത്ത സർഫസിലായിരിക്കും എന്ത് നടക്കുക? ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് പറയും. ആ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്നുള്ളത്. ഇറഗുലറിനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ റഫ് സർഫസസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പേപ്പർ, വോൾ, ഗ്രൗണ്ട്, അതൊക്കെയാണ് റഫ് സർഫസിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയുക. അവിടുത്തെ റിഫ്ലക്റ്റഡ് റേസിൻ്റെ പ്രത്യേകത എന്താണ്? റേസ് സ്കാറ്റർ, എന്താണ്? ചിതറി ചിതറിയായിരിക്കും രശ്മികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നോ ക്ലിയർ ഇമേജ്, എന്താണ്? ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കത്തില്ല നമുക്ക് കിട്ടുക. അടുത്തത് ഇമേജ് ഫോർമേഷൻ ഇൻ പ്ലെയിൻ മിററാണ് നോക്കാൻ പോകുന്നത്. പ്ലെയിൻ മിറർ, നമ്മുടെ സാധാരണ കണ്ണാടിയിലുള്ള ഇമേജ് ഫോർമേഷൻ. ഓക്കെ, ഇമേജ് ഫോംഡ് ഈസ് വെർച്വൽ, ഇറക്റ്റ് ആൻഡ് സെയിം സൈസ് ആസ് ഒബ്ജക്റ്റ്. പ്ലെയിൻ മിററിലെ ഇമേജ് എങ്ങനെയായിരിക്കും? വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, അതുപോലെ ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്താണോ അതേ സൈസിലായിരിക്കും പ്ലെയിൻ മിററിൽ നമ്മൾ കാണുക. ഇനി ഇമേജ് ഡിസ്റ്റൻസ് ബിഹൈൻഡ് മിറർ ഈസ് ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട്. എന്താണ്? ഇമേജിൻ്റെ ഡിസ്റ്റൻസ് ബിഹൈൻഡ് മിററിൽ എത്രയാണോ അത്ര തന്നെ
അതിന് ഈക്വൽ ആയിരിക്കും ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് അല്ലേ. ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് അതിന് ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്, മലയാളത്തിൽ നമ്മൾ പാർശ്വീയ വിപരീയം എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് അപ്പിയേഴ്സ് റൈറ്റ് ആൻഡ് റൈറ്റ് അപ്പിയേഴ്സ് ലെഫ്റ്റ്. എന്താണ്, നമ്മൾ കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ എന്താണ്, നമ്മുടെ ഇടതുവശം വലതും വലതുവശം ഇടതുമായിട്ടായിരിക്കും കണ്ണാടിയിൽ കാണുന്നത് അല്ലേ. അതാണ് ഈ ലാറ്ററലി ഇൻവേർട്ടഡ് എന്ന് പറയുക. അപ്പോൾ ഇനി നോക്കിക്കേ, ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ടു റിമെമ്പർ എന്നും പറഞ്ഞ് ഞാൻ കൊടുത്തേക്കുന്നത് നോക്കിക്കേ. ലാറ്ററൽ ഇൻവേർഷൻ ഒക്കേഴ്സ് ഇൻ പ്ലെയിൻ മിറർ. ലാറ്ററൽ ഇൻവേർഷൻ ഏത് മിററിലാണ് നടക്കുന്നത്? പ്ലെയിൻ മിററിലാണ് നടക്കുന്നത്. ഫീൽഡ് ഓഫ് വ്യൂ ഇൻക്രീസസ് വെൻ മിറർ ഈസ് ബെൻഡ് കോൺവെക്സ്. എന്താണ്, മിറർ കോൺവെക്സ് മിററായിട്ട് മാറുമ്പോൾ അവിടെ എന്ത് കൂടും? ഫീൽഡ് ഓഫ് വ്യൂ കൂടും. അതായത് ആ ഒരു ഏരിയ, ആ ഒരു നമ്മൾ കവർ ചെയ്യുന്ന ആ ഒരു ഏരിയ കൂടും. നമ്മുടെ മിറർ ബെൻഡ് ചെയ്ത് കോൺവെക്സ് ആയിട്ട് മാറിയാൽ എന്താ പറ്റുക? ഫീൽഡ് ഓഫ് വ്യൂ ഇൻക്രീസ് ചെയ്യും. ഇനി നോക്കിക്കേ, മിനിമം മിറർ ലെങ്ത് റിക്വയർഡ് ടു സീ ഫുൾ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഹിസ് ഹൈറ്റ്. എന്താണ്, ഒരു മിററിൻ്റെ മിനിമം ലെങ്ത്ത് PSC ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. എത്ര ലെങ്ത്ത് ഉണ്ടെങ്കിൽ ഇന്നയാളിൻ്റെ ഫുൾ ഇമേജ് നമുക്ക് മിററിൽ കാണാമെന്നുള്ളത്. അതിൻ്റെ ഒരു ഫോമുലയാണ് ഇവിടെ തന്നേക്കുന്നത്. മിനിമം മിറർ ലെങ്ത് റിക്വയർഡ് ടു സീ ഫുൾ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഹിസ് ഹൈറ്റ്. എന്താണ്, ആ ആളിന് എത്ര പൊക്കം ഉണ്ടോ ആ പൊക്കത്തിൻ്റെ പകുതി ലെങ്ത്ത് വേണം മിററിന് അയാളുടെ ഫുൾ ഇമേജ് കിട്ടാനായിട്ട്. ദീസ് ആർ വെരി കോമൺ PSC ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമേജ് ഫോർമേഷൻ ഇൻ കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിററിനെ നമുക്ക് കൺവേർജിങ് മിറർ എന്നും പറയാം. നോക്കിക്കേ, എ കോൺകേവ് മിറർ ക്യാൻ ഫോം റിയൽ ഓർ വിർച്വൽ ഇമേജസ് ഡിപ്പെൻഡിങ് ഓൺ വെയർ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ്. അതായത് ഒബ്ജക്റ്റ് എവിടെ വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ ബേസിസിൽ കോൺകേവ് മിററിന് റിയലും വിർച്വലും രണ്ട് ടൈപ്സ് ഓഫ് ഇമേജസും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ കോൺകേവ് മിററിനെ കൺവേർജിങ് മിറർ എന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ കോൺകേവ് മിററിന് ഈ റേസിനെ എല്ലാം എന്താണ് ഒരു പോയിന്റിൽ കൊണ്ടുപോയി കൂടി ചേർക്കുന്നത് പോലാണ് അത് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോൺകേവ് മിററിനെ കൺവേർജിങ് മിറർ എന്ന് പറയാൻ കാരണം. ഇനി നോക്കിക്കേ, കുറച്ച് ഇമേജ് ഫോർമേഷൻ്റെ കീ നോട്ട്സ് ആയിട്ട് തന്നിട്ടുണ്ട് കോൺകേവ് മിററിൻ്റെ. നോക്കിക്കേ, when an object is far away, that is at infinity, rays meet at focus giving a very small real and inverted image. അതായത് ഒബ്ജക്റ്റ് ഒരുപാട് ദൂരെ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നതെങ്കിൽ റേസ് എവിടെ മീറ്റ് ചെയ്യും? ഫോക്കസിൽ മീറ്റ് ചെയ്യും. ഫോക്കസിലായിരിക്കും നമുക്ക് ഇമേജ് കിട്ടുക. എന്നിട്ട് എങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും? വെരി സ്മോൾ, വളരെ ചെറുതും റിയലും ഇൻവേർട്ടഡുമായിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടും. ഇനി അടുത്തത്, വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ C, ഇമേജ് ഫോം ബിറ്റ്വീൻ C and F and the image will be real, inverted and reduced in size. ഇനി അടുത്തത്, വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് C, അതായത് ഒബ്ജക്റ്റ് C അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇമേജ് ഫോംസ് അറ്റ് C ഇറ്റ്സെൽഫ്. ഇമേജ് എവിടെ തന്നെ ആയിരിക്കും ഫോം ചെയ്യുന്നത്? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതെങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും? റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് സെയിം സൈസ് ആയിരിക്കും. അപ്പോൾ ഇനി വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ C and F, ഇനി ഒബ്ജക്റ്റ് സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇമേജ് എങ്ങനെയായിരിക്കും? Image forms beyond C and the image will be real, inverted and magnified. അടുത്തത്, വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഫോക്കസ്, അതായത് ഒബ്ജക്റ്റ് ഫോക്കസിലാണ് വെച്ചേക്കുന്നതെങ്കിൽ റേസ് ബിക്കംസ് പാരലൽ, നോ ഇമേജ് ഫോംഡ് അല്ലെങ്കിൽ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാം. അതായത് ഒബ്ജക്റ്റ് ഫോക്കസിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ റേസ് എന്തായിരിക്കും? പാരലായിട്ട് ഇങ്ങനെ പോവും. ഇമേജ് ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ഇനി വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് വെരി ക്ലോസ് ടു മിറർ ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ്, ഇമേജ് ബിക്കംസ് വിർച്വൽ, ഇറക്റ്റ്, മാഗ്നിഫൈഡ് ആൻഡ് അപ്പിയേഴ്സ് ബിഹൈൻഡ് ദ മിറർ. വളരെ അടുത്തായിട്ടാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക?
വിർച്വലായിട്ടും ഇറക്റ്റ്, മാഗ്നിഫൈഡ് ആൻഡ് ദ ഇമേജ് വിൽ അപ്പിയേഴ്സ് ബിഹൈൻഡ് ദ മിറർ ആണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിനെ ഒന്ന് ഷോർട്ടായിട്ട് പറയാൻ, ഫോർ ആണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് സ്മോൾ ഇമേജ് ആയിരിക്കും. അടുത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ ബിഗ് ഇമേജ് ആയിരിക്കും. വെരി നിയർ, വളരെ അടുത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ വിർച്വൽ ആൻഡ് മാഗ്നിഫൈഡ്, ഒരുപാട് വലുതും വിർച്വലും ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി അടുത്തത് ഇമേജ് ഫോർമേഷൻ ഇൻ കോൺവെക്സ് മിറർ ആണ് നോക്കാൻ പോകുന്നത്. കോൺവെക്സ് മിററിനെ നമുക്ക് ഡൈവേർജിങ് മിറർ എന്നും പറയാം. എന്താ കാരണം? റേസ് എല്ലാം കൂടിച്ചേരുന്നതിന് പകരം സ്പ്രെഡ് ഔട്ടായിട്ട് ഡൈവേർജ് ആയിട്ട് പോകുന്നത് പോലെയാണ് കോൺവെക്സ് മിററിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡൈവേർജിങ് മിറർ എന്ന് പറയാൻ കാരണം. എ കോൺവെക്സ് മിറർ ഹാസ് വൺ സിമ്പിൾ ആൻഡ് കൺസിസ്റ്റൻറ്റ് ബിഹേവിയർ. എന്താണ്? കോൺവെക്സ് മിററിന് ഒരു സിമ്പിളും ഒരു സ്ഥിരമായ ഒരു ബിഹേവിയറാണ് ഉള്ളത്. നോക്കിക്കേ, എ കോൺവെക്സ് മിറർ ഓൾവേസ് ഫോംസ് എ വിർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് നോ മാറ്റർ വെയർ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ്. എന്താണ്? ഒരു കോൺവെക്സ് മിറർ എപ്പോഴും വിർച്വലും ഇറക്റ്റും ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ഒബ്ജക്റ്റ് എവിടെ വെച്ചാലും ഇത് തന്നെയാണ് ആര് ചെയ്യുന്നത്? കോൺവെക്സ് മിറർ ചെയ്യുന്നത്. വെൻ ഒബ്ജക്റ്റ് ഈസ് അറ്റ് എ ലാർജ് ഡിസ്റ്റൻസ് ഇമേജ് അപ്പിയേഴ്സ് സ്മോൾ ആൻഡ് നിയർ ദ ഫോക്കസ്. എന്താണ്? ഒബ്ജക്റ്റ് ഒരുപാട് ദൂരത്താണെങ്കിൽ എന്താ സംഭവിക്കുക? ഇമേജ് വളരെ ചെറുതായിരിക്കും, ഫോക്കസിനടുത്തായിരിക്കും ഫോം ചെയ്യുക. ഇനി വെൻ ഒബ്ജക്റ്റ് മൂവ്സ് ക്ലോസർ, ഒബ്ജക്റ്റ് അടുത്തോട്ട് വരുന്നെങ്കിൽ ഇമേജ് സ്റ്റിൽ റിമെയിൻസ് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ബട്ട് സൈസ് ബിക്കം സ്ലൈറ്റ്ലി ലാർജർ സ്റ്റിൽ സ്മോളർ ദാൻ ഒബ്ജക്റ്റ്. എന്താണ്? ഒബ്ജക്റ്റ് കുറച്ചുകൂടെ അടുത്ത് കൊണ്ടുവന്നാൽ എന്താണ്? ഇമേജ് ഇപ്പോഴും വിർച്വലും ഇറക്റ്റും തന്നെയായിരിക്കും, പക്ഷേ നേരത്തെ സൈസിനേക്കാളും ചെറുതായിട്ടൊന്ന് വലുതായിട്ട് കിട്ടും. പക്ഷേ എന്നിരുന്നാലും ആ ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റിനേക്കാളും സ്മോളർ തന്നെ ആയിരിക്കും. ഇനി അടുത്തത്, ഇമേജ് ഓൾവേസ് അപ്പിയേഴ്സ് ബിഹൈൻഡ് ദ മിറർ, ദാറ്റ് ഈസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ്. ഇമേജ് ഫോം ചെയ്യുന്നത് എപ്പോഴും മിററിൻ്റെ ബിഹൈൻഡിലായിരിക്കും, അതായത് പോളിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിലായിരിക്കും. എവിടെ ഫോം ചെയ്യുന്നത്? കോൺവെക്സ് മിററിൽ ഇമേജ് ഫോം ചെയ്യുന്നത്. കോൺവെക്സ് മിററിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒന്ന് ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, കോൺവെക്സ് മിററിൽ ഓൾവേസ് വിർച്വൽ, ഇറക്റ്റ് ആൻഡ് സ്മോൾ ഇമേജ് ആയിരിക്കും. വേറെ ഒരു വ്യത്യാസവും ഇല്ല. നോ റിയൽ ഇമേജ് എവർ ഫോംഡ്. എന്താണ്? ഒരു റിയൽ ഇമേജ് ഒരിക്കലും ആരുണ്ടാക്കുന്നില്ല? കോൺവെക്സ് മിറർ ഉണ്ടാക്കുന്നതേ ഇല്ല. അടുത്തത് നമുക്ക് റിഫ്ലക്ഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ള PYQs നോക്കാം. നോക്കിക്കേ, when a beam of light strikes a smooth polished surface, the reflected rays remain parallel. This phenomenon is called dash. എന്താണ്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചേക്കുന്നതേ ഉള്ളൂ. എന്താണ് ചോദ്യം? ഒരു ബീം ഓഫ് ലൈറ്റ് വന്ന് ഒരു സ്മൂത്തും പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സർഫസിൽ വീഴുമ്പോൾ റിഫ്ലക്റ്റഡ് റേസ് പാരലായിട്ട് കാണുന്നു. ഇത് ഏത് ഫിനോമിനൻ ആണെന്നാണ് ചോദ്യം. ഏതാണ്? റെഗുലർ റിഫ്ലക്ഷൻ അല്ലേ? സ്മൂത്ത് സർഫസിൽ വീഴുമ്പോൾ നമ്മൾ പറഞ്ഞു റെഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, എക്സ്പ്ലനേഷൻ, സ്മൂത്ത് സർഫസസ് റിഫ്ലെക്ട്സ് റേസ് പാരലൽ, ദാറ്റ് ഈസ് വി ഗെറ്റ് ക്ലിയർ ഇമേജ്, ദാറ്റ് ഈസ് റെഗുലർ റിഫ്ലക്ഷൻ. ഇത് കേരള PSC ടെക്നീഷ്യൻ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ് ഡാഷ്. എന്താണ്? ഒരു പ്ലെയിൻ മിറർ എങ്ങനെയുള്ള ഇമേജാണ് നമുക്ക് തരുന്നതെന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം? വിർച്വൽ ആൻഡ് ഇറക്റ്റ്. വിർച്വൽ ഇമേജ് എന്ന് വെച്ചാൽ എന്താണ് അതിനർത്ഥം? നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത ഇമേജസ്, അതാണ് വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറക്റ്റ് എന്ന് വെച്ചാൽ അപ്രൈറ്റ് ആയിട്ടുള്ള ഇമേജ്. അപ്പോൾ നോക്കിക്കേ, എക്സ്പ്ലനേഷൻ നോക്കിക്കേ, പ്ലെയിൻ മിറർ ഫോംസ് അപ്രൈറ്റ് ഇമേജ് ബിഹൈൻഡ് ദ മിറർ, കനോട്ട് ബി റിസീവ്ഡ് ഓൺ സ്ക്രീൻ. ഇത് SSC സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 30 ഡിഗ്രി. അതായത് നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്തറിയാം? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്താണെന്നറിയാം, സെയിം ആണെന്ന് അറിയാം അല്ലേ? I = R എന്ന് നമ്മളൊരു ലോ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ I = 30 ആയതുകൊണ്ട് ആറും എന്തായിരിക്കും? 30 ആയിരിക്കും അല്ലേ? എക്സ്പ്ലനേഷൻ നോക്കിക്കേ, if I = 30 degree then R =
30 degree. Angle between rays is equal to I plus R, that is equal to 60 degree. But the angle between directions is measured externally അല്ലേ. പക്ഷെ എന്താണ്, ഇവിടെ I plus R ചെയ്യുമ്പോൾ നമുക്ക് 60 ആണ് കിട്ടുക. പക്ഷേ ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ചോദിക്കുമ്പോൾ നമ്മൾ എക്സ്റ്റേണലി ആണ് ആംഗിൾസ് എടുക്കേണ്ടത്. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക, 90 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. ഇത് UPSC IAS ലെവൽ ക്വസ്റ്റ്യൻ ആണ്. 2017 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് വർക്ക്സ് ഓൺ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് താഴെ തന്നിരിക്കുന്നതിൽ ഏതെന്നാണ് ചോദ്യം. ഉത്തരം പെരിസ്കോപ്പ് ആണേ. നോക്കിക്കേ, പെരിസ്കോപ്പ് യൂസസ് 2 പ്ലെയിൻ മിറേഴ്സ് ഫോർ റിഫ്ലക്ഷൻ ടു സീ ഓവർ ഒബ്സ്റ്റക്കിൾസ്. എന്താണ്, നമുക്കിപ്പോൾ നേരിട്ട് കാണാൻ കഴിയുന്നില്ല, ഡയറക്റ്റ് വ്യൂ ഇല്ല, എന്തെങ്കിലും ഒരു തടസ്സമുണ്ട്, അതിനപ്പുറത്തെ കാര്യങ്ങൾ നമുക്ക് കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. സാധാരണ ഇത് എന്താണ്, യുദ്ധസമയത്ത് നമ്മൾക്ക് കൂടുതൽ അനങ്ങാതെ മറഞ്ഞിരുന്നൊക്കെ ശത്രുക്കളെ കാണാനും പിന്നെ വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ മുകളിലത്തെ കാര്യങ്ങൾ കാണാനും ഒക്കെ ഉപയോഗിക്കുന്നത് പെരിസ്കോപ്പാണ്. അപ്പോൾ ഉത്തരം പെരിസ്കോപ്പാണ് വരുന്നത്. ഇത് കേരള PSC LDC 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, എ മാൻ സ്റ്റാൻഡ്സ് 2 meter ഇൻ ഫ്രണ്ട് ഓഫ് എ പ്ലെയിൻ മിറർ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാൻ ആൻഡ് ഹിസ് ഇമേജ് ഈസ് ഡാഷ്. എന്താണ്, ഒരാൾ ഒരു കണ്ണാടിയുടെ 2 meter മുന്നിൽ നിൽക്കുവാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാൻ ആൻഡ് ഹിസ് ഇമേജ്. ആ ആളും ആ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് 4 meter ആണ്. നോക്കിക്കേ, ഇമേജ് ഫോംസ് 2 meter ബിഹൈൻഡ് ദ മിറർ. ടോട്ടൽ സെപ്പറേഷൻ ഈസ് ഈക്വൽ ടു 2 + 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. എന്താണ്, പ്ലെയിൻ മിററിൽ ബിഹൈൻഡ് ദ മിറർ ആണല്ലേ ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ 2 meter ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, 2 + 2, ആളും മിററും തമ്മിൽ 2, അതുപോലെ പിന്നെ അടുത്ത ഇമേജുമായിട്ട് 2, അപ്പോൾ 2 + 2 4 meter ആണ് ഉത്തരം വരുന്നത്. ഇത് 2022 കേരള PSC 10th ലെവൽ പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് മൂവ്ഡ് ടുവേർഡ്സ് ദ പ്ലെയിൻ മിറർ ബൈ 1 centimeter, ദ ഇമേജ് വിൽ മൂവ് ഡാഷ്. എന്താണ്, ഒരു ഒബ്ജക്റ്റ് പ്ലെയിൻ മിററിലോട്ട് 1 meter അടുപ്പിച്ചാൽ ഇമേജ് എത്ര മൂവ് ചെയ്യും എന്നാണ് ചോദ്യം. എന്താണ്, 2 centimeter ടുവേർഡ്സ് ദ മിറർ ആണ്. നോക്കിക്കേ, ഇമേജ് ഷിഫ്റ്റ്സ് ബൈ ഡബിൾ ദ ഒബ്ജക്റ്റ് ഷിഫ്റ്റ് ഇൻ പ്ലെയിൻ മിറർ. SSCക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, ദ ഫിനോമിനൻ റെസ്പോൺസിബിൾ ഫോർ ലാറ്ററൽ ഇൻവേർഷൻ ഇൻ എ മിറർ ഈസ് ഡാഷ്. എന്താണ്, മിററിൽ ലാറ്ററൽ ഇൻവേർഷന് കാരണമാവുന്ന ഫിനോമിനൻ ഏതെന്നാണ് ചോദ്യം. ഏതാണ്, റിഫ്ലക്ഷൻ ആണ്. നോക്കിക്കേ, മിറർ ക്രിയേറ്റ്സ് റിവേഴ്സ്ഡ് ഇമേജ് ഡ്യൂ ടു റിഫ്ലക്ഷൻ ലോസ്. എന്താണ്, മിറർ എന്ത് ചെയ്യും, റിവേഴ്സ്ഡ് ഇമേജ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡ്യൂ ടു റിഫ്ലക്ഷൻ ലോസ്. UPSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് 2019. അടുത്ത ചോദ്യം, മിനിമം ഹൈറ്റ് ഓഫ് എ പ്ലെയിൻ മിറർ നീഡഡ് ഫോർ എ പേഴ്സൺ ഓഫ് ഹൈറ്റ് 160 centimeter ടു സീ ഫുൾ ഇമേജ് ഈസ് ഡാഷ്. എന്താണ്, ഒരു പ്ലെയിൻ മിററിൻ്റെ മിനിമം ഹൈറ്റ് എത്ര വേണം, ഒരു 160 centimeter പൊക്കമുള്ള ഒരാളിൻ്റെ ഫുൾ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്ലെയിൻ മിററിൻ്റെ മിനിമം ഹൈറ്റ് എത്രയെന്നാണ് ചോദ്യം. എത്രയാണ്, 80 centimeter ആണ് ഇവിടെ ആൻസർ വരുന്നത്. മിനിമം മിറർ ലെങ്ത് ഈസ് ഈക്വൽ ടു ഹാഫ് ദ ഹൈറ്റ് ഓഫ് ദ പേഴ്സൺ. ഓക്കെ, അപ്പോൾ 160യുടെ ഹാഫ് എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ 80 centimeter ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇത് 2016 HSAയിൽ കേരള PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇഫ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് 45 degree, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഡാഷ്. എന്താണ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 45 degree എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. എത്രയായിരിക്കും, 45 degree തന്നെയായിരിക്കും. എന്താ, ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നുണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന്. ഇത് SSC CHSL 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, റിഫ്ലക്ഷൻ ഫ്രം റഫ് സർഫേസ് വിത്തൗട്ട് ഇമേജ് ഫോർമേഷൻ ഈസ് ഡാഷ്. എന്താണ്, അതായത് ഒരു റഫ് സർഫസിൽ നിന്നുള്ള റിഫ്ലക്ഷൻ, അവിടെ ഇമേജ് ഫോം ചെയ്യുന്നില്ല അല്ലെങ്കിൽ വളരെ
എന്താണ് ക്ലിയർ അല്ലാത്ത ഇമേജ് ആയിരിക്കും. അങ്ങനെയുള്ള റിഫ്ലക്ഷന് പറയുന്ന പേരെന്താണ്? ഇറഗുലർ റിഫ്ലക്ഷൻ ആണ് അല്ലേ. മറ്റൊരു പേരെന്തായിരുന്നു ഇറഗുലർ റിഫ്ലക്ഷൻ്റെ? ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇറഗുലർ റിഫ്ലക്ഷനാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. റേസ്, സ്കാറ്റർ റാൻഡംലി, നോ ക്ലിയർ ഇമേജ്, ഇറഗുലർ റിഫ്ലക്ഷൻ. ഇത് PSCക്കും ചോദിച്ചിട്ടുണ്ട്, UPSCക്കും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം, വെൻ ലൈറ്റ് റിഫ്ലെക്ട്സ് ഫ്രം എ സ്മൂത്ത് സർഫസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഡാഷ്. എന്താണ്? ഒരു ലൈറ്റ് സ്മൂത്ത് സർഫസിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. എങ്ങനെയായിരിക്കും? ഈ ഓപ്ഷൻസിൽ കറക്റ്റായിട്ട് വരുന്നത് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണല്ലേ. The angle of incidence is equal to angle of reflection. According to law of reflection, I is equal to R. ഇത് SSC MTS 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഡിവൈസ് യൂസസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഫോർ വ്യൂയിങ് ഒബ്ജക്ട്സ് ബിഹൈൻഡ്. അതായത് എന്തിൻ്റെങ്കിലും പിറകിലുള്ള ഒരു വസ്തുവിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഏത് ഡിവൈസ് ആണെന്നാണ് ചോദ്യം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ ബേസിസിൽ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു, പെരിസ്കോപ്പാണ്. വീണ്ടും ചോദിച്ചുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. നോക്കിക്കേ, എ പെരിസ്കോപ്പ് യൂസസ് 2 പ്ലെയിൻ മിറേഴ്സ് പ്ലേസ്ഡ് അറ്റ് 45 ഡിഗ്രി ഫോർ റിഫ്ലക്ഷൻ. എന്താണ്? 2 പ്ലെയിൻ മിറേഴ്സ് 45 ഡിഗ്രിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് അതിൻ്റെ റിഫ്ലക്ഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് കേരള PSC പോലീസ് കോൺസ്റ്റബിൾ 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, ആൻ ഇമേജ് ദാറ്റ് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ഓൺ എ സ്ക്രീൻ ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? നമുക്ക് ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത ഒരു ഇമേജ്, അതിന് പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം. വിർച്വൽ ഇമേജ് എന്നാണ് പറയുന്നത്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ. വിർച്വൽ ഇമേജസ് ഫോം ബൈ അപ്പാരൻറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് റേസ് ആൻഡ് കനോട്ട് ബി പ്രൊജക്റ്റഡ്. എന്താണ്? നമുക്ക് ഒന്നിലും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ കഴിയില്ല. ഏത്? വിർച്വൽ ഇമേജ്. ഇത് UPSC 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് മിറർ ഓൾവേസ് ഫോംസ് എ വിർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്. ഏത് മിററാണ് എപ്പോഴും വിർച്വലും ഇറക്റ്റും ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? കോൺവെക്സ് മിറർ ആണല്ലേ. നോക്കിക്കേ, കോൺവെക്സ് മിറർ പ്രൊഡ്യൂസസ് വിർച്വൽ പ്ലസ് ഇറക്റ്റ് പ്ലസ് റെഡ്യൂസ്ഡ് ഇമേജസ് ഓൾവേസ്. എപ്പോഴും വിർച്വലും ഇറക്റ്റും ചെറിയ ഇമേജും ആയിരിക്കും ആര് ക്രിയേറ്റ് ചെയ്യുന്നത്? കോൺവെക്സ് മിറേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് SSC CGL Tier 1 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എ ക്ലിയർ ഇമേജ്. എന്താണ്? താഴെ കുറച്ച് ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ഒരു ക്ലിയർ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാത്തത് എന്നാണ് ചോദ്യം. ഏതാണ്? ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആണല്ലേ. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ. അതെന്ത് തരുന്നില്ല? ഒരു ക്ലിയർ ഇമേജ് നമുക്ക് തരില്ല. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ. ഓൺ റഫ് സർഫേസസ് റേസ് സ്കാറ്റർ ഇൻ ഓൾ ഡയറക്ഷൻ, സോ നോ ഇമേജ് ഈസ് ഫോംഡ് ഓർ നോ ഇമേജ് ഫോർമേഷൻ. ഇത് കേരള PSC 10th ലെവൽ മെയിൻ എക്സാമിന് 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ റിയർ വ്യൂ മിറർ ഓഫ് എ വെഹിക്കിൾ ഈസ് യൂഷ്വലി എ ഡാഷ്. എന്താണ്? നമ്മുടെ വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായിട്ട് നമ്മൾ ഏത് മിററാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? കോൺവെക്സ് മിററാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താ? കോൺവെക്സ് മിറേഴ്സ് ഗീവ് വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ ഫോർ ട്രാഫിക് മോണിറ്ററിങ്. എന്താ കാരണം? നമുക്ക് കോൺവെക്സ് മിറർ എന്താ തരുന്നത്? ഒരു വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ തരും അല്ലേ. ഒരുപാട് ഏരിയ കവർ ചെയ്യുന്ന ഒരു വ്യൂ ആണ് കോൺവെക്സ് മിറേഴ്സ് നമുക്ക് തരുന്നത്. അത് കാരണം നമുക്ക് എന്ത് മോണിറ്റർ ചെയ്യാൻ പറ്റും? ട്രാഫിക്കൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇത് RRB NTPC 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ലാറ്ററൽ ഇൻവേർഷൻ ഒക്കേഴ്സ് ഇൻ ഡാഷ്. എന്താണ്? ലാറ്ററൽ ഇൻവേർഷൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏതിലാണ് നടക്കുന്നതെന്നാണ് ചോദ്യം. ഏതിലാണ്? പ്ലെയിൻ മിററിലാണല്ലേ. പ്ലെയിൻ മിറർ റിവേഴ്സസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ലാറ്ററൽ ഇൻവേർഷൻ. കേരള PSC LDC പ്രിലിംസ് 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, എ മാൻ സീസ് ഹിസ് ഇമേജ് ഇൻ എ മിറർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 meter ഫ്രം ഹിം. ദ മിറർ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഡാഷ്. എന്താണ്? ഒരാൾ തൻ്റെ ഇമേജ് അല്ലെങ്കിൽ തൻ്റെ പ്രതിബിംബം ഒരു കണ്ണാടിയിൽ കാണുന്നു. അയാളിൽ നിന്നും 3 meter അകലെയായിട്ടാണ് അയാൾ ആ ഇമേജ് കണ്ണാടിയിൽ കാണുന്നത്. അങ്ങനെയെങ്കിൽ കണ്ണാടി എത്ര ദൂരത്താണ് ഇരിക്കുന്നതെന്നാണ് ചോദ്യം. എത്രയാണ്? 3 meter ആണല്ലേ. അപ്പോൾ 3 meterൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.5 meter കിട്ടും. അപ്പോൾ മിറർ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.5 meter. SSC CHSL 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ചോദ്യം, എ പ്ലെയിൻ മിറർ മേക്സ് ആൻ ഇമേജ് ഓഫ് എ കാൻഡിൽ ഫ്ലെയിം 10 cm ബിഹൈൻഡ് ഇറ്റ്. ദ ഡിസ്റ്റൻസ് ഓഫ് കാൻഡിൽ ഫ്രം മിറർ ഈസ് ഡാഷ്. എന്താണ്? ഒരു പ്ലെയിൻ മിറർ ഒരു കാൻഡിൽ ഫ്ലെയിമിൻ്റെ ഇമേജ് 10 cm ബിഹൈൻഡിലായിട്ട് ഫോം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ദ ഡിസ്റ്റൻസ് ഓഫ് കാൻഡിൽ ഫ്രം മിറർ എത്രയെന്നാണ് ചോദ്യം. അതായത് മിററും കാൻഡിലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദ്യം. എത്രയാണ്? 10 cm തന്നെയാണ്. കാരണം എന്താ? ഇൻ എ പ്ലെയിൻ മിറർ ഇമേജ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇമേജിൻ്റെ ഡിസ്റ്റൻസും ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസും സെയിം ആണ്. UPSC CAPF 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ദ ഷൈനിങ് ഓഫ് ദ മൂൺ ഈസ് ഡ്യൂ ടു ഡാഷ്. എന്താണ്? നമ്മുടെ മൂൺ എന്തുകൊണ്ടാണ് ഷൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചന്ദ്രൻ എന്തുകൊണ്ടാണ് പ്രകാശിക്കുന്നതെന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? റിഫ്ലക്ഷൻ ഓഫ് സൺലൈറ്റ് അല്ലേ? നമ്മൾ കൊച്ചുനാളിലെ പഠിക്കുന്നതാണ്. എന്താണ്? മൂണിന് സ്വന്തമായിട്ട് ലൈറ്റൊന്നുമില്ല, അത് സൂര്യൻ്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നോക്കിക്കേ, എക്സ്പ്ലനേഷൻ, മൂൺ ഹാസ് നോ ലൈറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ, വി സീ റിഫ്ലക്റ്റഡ് സൺലൈറ്റ്. ഇത് കേരള PSC സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് മിറർ ഈസ് യൂസ്ഡ് ബൈ ഡോക്ടേഴ്സ് ടു എക്സാമിൻ ത്രോട്ട് ആൻഡ് ഐസ്. എന്താണ്? നമ്മുടെ തൊണ്ടയും കണ്ണും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഏത് മിററാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? കോൺകേവ് മിററാണ് ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, concave mirrors produce magnified image when object is within focal length അല്ലേ? നമ്മൾ പറഞ്ഞതാണ് കോൺകേവ് മിറർ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത് വിത്തിൻ ഫോക്കൽ ലെങ്ത്. അതുകൊണ്ടിട്ടാണ് ഡോക്ടേഴ്സ് എന്തുപയോഗിക്കുന്നത്? വലുതായിട്ടല്ലേ നമുക്ക് കാണേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് കോൺകേവ് മിറർ ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, SSC GD സയൻസ് 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇഫ് എ മിറർ ഈസ് റൊട്ടേറ്റഡ് ബൈ 10 degree ദ റിഫ്ലക്റ്റഡ് റേ റൊട്ടേറ്റ്സ് ബൈ ഡാഷ്. എന്താണ്? ഒരു മിറർ നമ്മൾ 10 degree റൊട്ടേറ്റ് ചെയ്താൽ അതിൻ്റെ റിഫ്ലക്റ്റഡ് റേ എത്രത്തോളം റൊട്ടേറ്റ് ചെയ്യും എന്നാണ് ചോദ്യം. എത്രത്തോളം റൊട്ടേറ്റ് ചെയ്യും? 20 degree റൊട്ടേറ്റ് ചെയ്യും. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 2 into റൊട്ടേഷൻ ഓഫ് മിറർ. ഇത് ഓർത്ത് വെച്ചേക്കണേ. UPSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. PSCയിൽ റയർ ആണ്, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പോഴാണ് ഇതൊക്കെ ചോദിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 2 into റൊട്ടേഷൻ ഓഫ് മിറർ ആണ്. ഇവിടെ 2 into 10 ചെയ്യുമ്പോൾ നമുക്ക് 20 degree കിട്ടും. അതാണ് ഉത്തരമായിട്ട് വരിക. ഇത് UPSC 2013 ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് മിറർ ഈസ് യൂസ്ഡ് ആസ് ഷേവിംഗ് മിറർ. എന്താണ്? ഷേവിംഗ് മിററായിട്ട് ഏത് മിററാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? കോൺകേവ് മിറർ അല്ലേ? കാരണം എന്താ? നമുക്ക് വലുതായിട്ട് കാണണം. കോൺകേവ് മിറർ പ്രൊഡ്യൂസസ് എൻലാർജ്ഡ് വിർച്വൽ ഇമേജ് സ്യൂട്ടബിൾ ഫോർ ഷേവിംഗ്. കേരള PSC ഫയർമാൻ 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, എ വിർച്വൽ ഇമേജ് ഫോംഡ് ബൈ റിഫ്ലക്ഷൻ ഈസ് ഓൾവേസ് ഡാഷ്. എന്താണ്? റിഫ്ലക്ഷൻ കാരണം ഫോം ചെയ്യുന്ന ഒരു വിർച്വൽ ഇമേജ് എപ്പോഴും എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. എപ്പോഴും എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. നോക്കിക്കേ, വിർച്വൽ ഇമേജസ് ആർ അപ്രൈറ്റ്, ഇറക്റ്റ്, നോട്ട് ഇൻവേർട്ടഡ്. വിർച്വൽ ഇമേജസ് എപ്പോഴും എങ്ങനെയായിരിക്കും? അപ്രൈറ്റ് അല്ലെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും. അത് ഇൻവേർട്ടഡ് അല്ല, തലകീഴായിട്ടല്ല കാണുക. ഇത് SSC JE 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, എ പെരിസ്കോപ്പ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ്. ഈ പെരിസ്കോപ്പിൻ്റെ ക്വസ്റ്റ്യൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കണം. പെരിസ്കോപ്പ് ഏതിൻ്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്? റിഫ്ലക്ഷൻ്റെ ബേസിസിലാണ് അല്ലേ? 2 plain mirrors reflect light downward or upward for viewing obstacles. കേരള PSC ഡിഗ്രി ലെവൽ പ്രിലിംസ് 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, എ റിയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾസ് പ്രൊഡ്യൂസസ് ആൻ ഇമേജ് ദാറ്റ് ഈസ് ഡാഷ്. എന്താണ്? ഒരു റിയർ വ്യൂ മിറർ, വെഹിക്കിൾസിലുള്ള റിയർ വ്യൂ മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജിൻ്റെ പ്രത്യേകതയാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയായിരിക്കും? ഡിമിനിഷ്ഡ് ആൻഡ് വിർച്വൽ അല്ലേ? നമ്മൾ കാണുന്ന വസ്തുവിനെക്കാട്ടിലും ചെറുതായിരിക്കും, വിർച്വൽ ആയിരിക്കും. നോക്കിക്കേ, കോൺവെക്സ് മിറേഴ്സ് ആർ യൂസ്ഡ്. ഏത് മിററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കോൺവെക്സ് മിറേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓൾവേസ് ഫോം എ സ്മോളർ, ഇറക്റ്റ് ആൻഡ് വിർച്വൽ ഇമേജ്. RRB 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് മിറർ പ്രൊഡ്യൂസസ് ഓൺലി വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജസ് ഫോർ ഓൾ പൊസിഷൻസ് ഓഫ് ഒബ്ജക്ട്സ്. അതായത് ഒബ്ജക്റ്റ് ഏത് പൊസിഷനിൽ വെച്ചാലും വിർച്വലും ഇറക്റ്റുമായിട്ടുള്ള ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിറർ ഏതെന്നാണ് ചോദ്യം. ഏതാണ്? കോൺവെക്സ് മിറർ ആണല്ലേ? കോൺവെക്സ് മിറർ ഓൾവേസ് പ്രൊഡ്യൂസ് വിർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജസ്. SSC CGL 2019 Tier 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ചോദ്യം, എ ഡെൻറ്റിസ്റ്റ് യൂസസ് വിച്ച് ടൈപ്പ് ഓഫ് മിറർ ടു മാഗ്നിഫൈ ടീത്ത്? എന്താണ്? ഒരു ഡെൻറ്റിസ്റ്റ് നമ്മുടെ പല്ല് മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഏത് മിററാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? കോൺകേവ് ആണ് അല്ലേ. കോൺകേവ് മിറർ അറ്റ് ക്ലോസ് ഡിസ്റ്റൻസ് ഗീവ്സ് മാഗ്നിഫൈഡ് ആൻഡ് ഇറക്റ്റ് ഇമേജ്. കേരള PSC സ്റ്റാഫ് നഴ്സ് എക്സാം 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ ഫെനോമിനൻ റെസ്പോൺസിബിൾ ഫോർ സീയിങ് അവർ ഫേസ് ഇൻ എ മിറർ ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? നമ്മുടെ മുഖം ഒരു കണ്ണാടിയിൽ കാണുന്ന ആ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ് ചോദ്യം. എന്താണ്? റിഫ്ലക്ഷൻ അല്ലേ. ലൈറ്റ് ബൗൺസസ് ബാക്ക് ഫ്രം സ്മൂത്ത് സർഫേസ്, ഇമേജ് ഫോർമേഷൻ. PSC യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് 2016 ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, വെൻ ഇമേജ് ഡിസ്റ്റൻസ് ഈക്വൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇൻ എ മിറർ ദ മിറർ ഈസ് ഡാഷ്. എന്താണ്? ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഈക്വൽ ആയിട്ടുള്ള മിറർ ഏതെന്നാണ് ചോദ്യം. ഏതാണ്? പ്ലെയിൻ മിറർ ആണ് അല്ലേ. ഒൺലി എ പ്ലെയിൻ മിറർ ഗീവ്സ് ഇമേജ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. SSC CHSL 2020 അതിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്ത ചോദ്യം, എ വിർച്വൽ ഇമേജ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഓൺലി ബൈ ഡാഷ്. എന്താണ്? ഒരു വിർച്വൽ ഇമേജ് നമുക്ക് ഏതിൽ നിന്ന് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ എന്നതാണ് ഈ താഴെ തന്നിരിക്കുന്ന ചോദ്യം. ഏതിൽ നിന്ന് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ? പ്ലെയിൻ ആൻഡ് കോൺവെക്സ് മിറേഴ്സ് അല്ലേ. പ്ലെയിൻ ആൻഡ് കോൺവെക്സ് മിറേഴ്സിന് മാത്രമാണ് വിർച്വൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളത്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ, ബോത്ത് പ്ലെയിൻ ആൻഡ് കോൺവെക്സ് മിറേഴ്സ് പ്രൊഡ്യൂസ് വിർച്വൽ ഇമേജസ് ഓൾവേസ്. എന്താണ്? കോൺവെക്സ് മിറേഴ്സും പ്ലെയിൻ മിറേഴ്സുമാണ് എപ്പോഴും എന്ത് തരുന്നത്? വിർച്വൽ ഇമേജസ് തരുന്നത്. ഇനി നോക്കിക്കേ, ഇത് എവിടെ ചോദിച്ചതാണ്? RRB NTPC 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ മിറർ യൂസ്ഡ് ഇൻ ഹെഡ്ലൈറ്റ്സ് ഓഫ് എ വെഹിക്കിൾ ഈസ് ഡാഷ്. എന്താണ്? വെഹിക്കിൾസിൻ്റെ ഹെഡ്ലൈറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് മിററാണെന്നാണ് ചോദ്യം. ഇത് ചിലർക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. നമ്മൾ ബാക്കി ഹെഡ്ലൈറ്റ് ഒഴിച്ച് ബാക്കി അല്ലാതെ റിയർ വ്യൂവിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. പക്ഷേ ഹെഡ്ലൈറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് മിററാണ്? കോൺകേവ് മിററാണ്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ, കോൺകേവ് മിറർ ഫോക്കസ് ലൈറ്റ് ടു പ്രൊഡ്യൂസ് എ സ്ട്രോങ് ബീം. എന്താണ് കോൺകേവ് മിറർ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് മിററാണ് കോൺകേവ് മിറർ? കൺവേർജിങ് മിററാണ് അല്ലേ. അതെന്ത് ചെയ്യും? ലൈറ്റിനെ ഫോക്കസ് ചെയ്ത് ഒരു സ്ട്രോങ് ബീം നമുക്ക് തരും. അതാണ് നമുക്ക് ഹെഡ്ലൈറ്റിന് ആവശ്യം അല്ലേ. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് കോൺകേവ് മിററാണ്. ഹെഡ്ലൈറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ. അപ്പോൾ നോക്കിക്കേ, UPSC CAPF സയൻസ് 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. എന്നാണ്? താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, റിയൽ ഇമേജസ് ഓർ ഓൾവേസ് ഇൻവേർട്ടഡ്. എന്താണ്? റിയൽ ഇമേജസ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. വിർച്വൽ ഇമേജസ് ആർ ഓൾവേസ് ഇൻവേർട്ടഡ് ആണോ? അല്ല. വിർച്വൽ ഇമേജസ് ആർ ഓൾവേസ് റിയൽ ആണോ? അല്ല. റിയൽ ഇമേജസ് ആർ ഓൾവേസ് ഇറക്റ്റ്, അതും അല്ല. അപ്പോൾ ഏത് മാത്രമാണ് ശരി? റിയൽ ഇമേജസ് ആർ ഓൾവേസ് ഇൻവേർട്ടഡ്. റിയൽ ഇമേജസ് ക്യാൻ ബി പ്രൊജക്റ്റഡ് ഓൺ സ്ക്രീൻ ആൻഡ് ആർ ജനറലി ഇൻവേർട്ടഡ് അല്ലേ. SSC GD സയൻസ് 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഇൻക്രീസ്ഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഡാഷ്. എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ ഇൻക്രീസ് ചെയ്താൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. എന്ത് സംഭവിക്കും? അതും ഇൻക്രീസ് ചെയ്യും അല്ലേ. കാരണം എന്താണ്? I = R ആണ് അല്ലേ. അപ്പോൾ ഇൻക്രീസിങ് I മീൻസ് R വിൽ ഓൾസോ ഇൻക്രീസ്. നോക്കിക്കേ, കേരള PSC HSST ഫിസിക്സ് 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഒബേ റിഫ്ലക്ഷൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? ഓൾ ഓഫ് ദ എബോവ് ആണ് അല്ലേ. ലൈറ്റും സൗണ്ടും ഹീറ്റ് വേവ്സും എല്ലാത്തിനും എന്ത് സംഭവിക്കുന്നു? റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. നോക്കിക്കേ, റിഫ്ലക്ഷൻ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഓൾ വേവ് ഫിനോമിന. എന്താണ്? എല്ലാ വേവ്സിനും എന്ത് നടക്കും? റിഫ്ലക്ഷൻ നടക്കും. ഇത് UPSC NDA സയൻസ് 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ നേച്ചർ ഓഫ് ഇമേജ് ഫോംഡ് ഇൻ എ കോൺവെക്സ് മിറർ ഈസ് ഓൾവേസ് ഡാഷ്. എന്താണ്? ഒരു കോൺവെക്സ് മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ നേച്ചർ എപ്പോഴും എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. എപ്പോഴും എങ്ങനെയായിരിക്കും? വിർച്വൽ പ്ലസ് ഇറക്റ്റ് പ്ലസ് ഡിമിനിഷ്ഡ് അല്ലേ. എപ്പോഴും വിർച്വലും ഇറക്റ്റും ഡിമിനിഷ്ഡും ആയിരിക്കും. അത് എന്താണ്? എല്ലാ പൊസിഷനിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒബ്ജക്റ്റ് എവിടെ വെച്ചാലും ഇത് തന്നെ ആയിരിക്കും നടക്കുക. RRB JE 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ചോദ്യം, വിച്ച് മിറർ ഈസ് ബെസ്റ്റ് ഫോർ സെക്യൂരിറ്റി സർവൈലൻസ് ഇൻ ഷോപ്സ്, പാർക്കിംഗ് ഏരിയ ആൻഡ് ഓൾ? എന്താണ്, കടകളിലും പാർക്കിംഗ് ഏരിയയിലും ഒക്കെ സെക്യൂരിറ്റി സർവൈലൻസിന് ബെസ്റ്റ് ആയിട്ടുള്ള മിറർ ഏതെന്നാണ് ചോദ്യം. ഏതാണ്? കോൺവെക്സ് മിററാണ് ആപ്റ്റായിട്ടുള്ളത്. കാരണം എന്താണ്? കോൺവെക്സ് മിറർ ഓഫേഴ്സ് വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ. നമുക്കൊരു ലാർജർ ഏരിയ കവർ ചെയ്യാൻ ആരെ വെച്ച് പറ്റും? കോൺവെക്സ് മിറർ വെച്ചിട്ട് പറ്റും. ഐഡിയൽ ഫോർ സർവൈലൻസ്, അതാണല്ലോ നമുക്ക് സർവൈലൻസിന് ആവശ്യം. അപ്പോൾ ഇത് SSC MTS 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ അപ്പിയേഴ്സ് ഡാഷ്. എന്താണ്? ഒരു പ്ലെയിൻ മിറർ ഉണ്ടാക്കുന്ന ഇമേജിൻ്റെ പ്രത്യേകത എന്തെന്നാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് വരിക? ലാറ്ററലി ഇൻവേർട്ടഡ് അല്ലേ? നമുക്കറിയാം പ്ലെയിൻ മിററിലെ ഇമേജസ് ലാറ്ററൽ ഇൻവേർഷന് വിധേയമാകുന്നു. അപ്പോൾ നോക്കിക്കേ, എക്സ്പ്ലനേഷൻ, ലെഫ്റ്റ് അപ്പിയേഴ്സ് റൈറ്റ് ആൻഡ് റൈറ്റ് അപ്പിയേഴ്സ് ലെഫ്റ്റ് ഡ്യൂ ടു റിഫ്ലക്ഷൻ ഇൻ പ്ലെയിൻ മിറേഴ്സ് അല്ലേ? കേരള PSC VEO 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിമം നമ്പർ ഓഫ് പ്ലെയിൻ മിറേഴ്സ് നീഡഡ് ടു മേക്ക് എ പെരിസ്കോപ്പ് ഈസ് ഡാഷ്. എന്താണ്? ഒരു പെരിസ്കോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ മിനിമം നമ്പർ ഓഫ് പ്ലെയിൻ മിറേഴ്സ് എത്രയെന്നാണ് ചോദ്യം. എത്രയാണ്? 2 അല്ലേ? നോക്കിക്കേ, സ്റ്റാൻഡേർഡ് പെരിസ്കോപ്പ് യൂസസ് 2 45-degree ആംഗിൾഡ് മിറേഴ്സ്. കേരള PSC 10th പ്രിലിംസ് 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ റിഫ്ലക്ഷൻ ഫ്രം എ പ്ലെയിൻ മിറർ ദ ഇമേജ് ഫോംഡ് ഈസ് ഡാഷ്. എന്താണ്? ഒരു പ്ലെയിൻ മിററിൽ നിന്നുള്ള റിഫ്ലക്ഷനിൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് ചോദ്യം. എവിടെയാണ്? ബിഹൈൻഡ് ദ മിറർ ആണല്ലേ? വിർച്വൽ ഇമേജ് അപ്പിയേഴ്സ് ഇൻസൈഡ് ദ മിറർ അല്ലേ? മിററിന് പുറകിലായിട്ടായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത്. UPSC NDA 2016 ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ഇൻസിഡൻറ്റ് ഫോൾസ് ഓൺ റഫ് സർഫസ്. എന്താണ്? റഫായിട്ടുള്ള ഒരു സർഫസിൽ ഇൻസിഡൻറ്റ് ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അല്ലേ? ഡിഫ്യൂസ് അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും നടക്കുക. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, സ്കാറ്റേർഡ് റേസ്, നോ യൂണിഫോം ഡയറക്ഷൻ, ഹെൻസ് നോ ഇമേജ്, ഓർ വി ക്യാൻ സേ നോ ക്ലിയർ ഇമേജ് അല്ലേ? കേരള PSC SI 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഫീൽഡ് ഓഫ് വ്യൂ ഇൻക്രീസസ് വെൻ മിറർ ഈസ് മെയ്ഡ് ഡാഷ്. എന്താണ്? നമ്മൾ മിററിനെ എന്താക്കി മാറ്റിയാലാണ് ഫീൽഡ് ഓഫ് വ്യൂ കൂടുന്നതെന്നാണ് ചോദ്യം. എന്താക്കി മാറ്റിയാലാണ്? കോൺവെക്സ് ആക്കി മാറ്റിയാലാണ് അല്ലേ? കോൺവെക്സ് മിറർ ഗീവ്സ് വൈഡർ വ്യൂ യൂസ്ഡ് ഇൻ വെഹിക്കിൾസ് ആൻഡ് സെക്യൂരിറ്റി. നോക്കിക്കേ, PSC 10th level 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, വിച്ച് മിറർ ഈസ് യൂസ്ഡ് ബൈ മേക്കപ്പ് മിറേഴ്സ് ഫോർ മാഗ്നിഫൈഡ് വ്യൂ. എന്താണ്? മാഗ്നിഫൈഡ് ആയിട്ടുള്ള വ്യൂവിന് വേണ്ടിയിട്ട് മേക്കപ്പ് മിറേഴ്സായിട്ട് ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് മിറർ എന്നാണ് ചോദ്യം. ഏതാണ്? കോൺകേവ് മിറർ ആണ്. നോക്കിക്കേ, വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ക്ലോസ് ടു കോൺകേവ് മിറർ ഇമേജ് ഈസ് മാഗ്നിഫൈഡ് ആൻഡ് ഇറക്റ്റ്. SSC MTS 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് നോർമൽ ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? ഇൻസിഡൻറ്റ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിളിന് പറയുന്ന പേര് എന്തെന്നാണ് ചോദ്യം. ഏതാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ബിറ്റ്വീൻ റേ ആൻഡ് നോർമൽ അറ്റ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ? നോക്കിക്കേ, UPSC CAPF 2016 ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ നമ്മളിന്ന് റിഫ്ലക്ഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള PYQs ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ആണ്. ആരെങ്കിലും ഈ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് എന്നോട് പറയുക. നമ്മുടെ ചാനലിൽ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാം എന്ന് പറഞ്ഞിട്ട് എക്സാമിന് വേണ്ടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ അവൈലബിൾ ആണ്. കയറി കാണുക. ഇത് ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിന് മാത്രമല്ല യൂസ്ഫുൾ, എല്ലാ PSC SSC UPSC എക്സാംസിന് എല്ലാം തന്നെ യൂസ്ഫുൾ ആണ്. RRB എല്ലാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം കേട്ടോ കമൻറ്റായിട്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.